29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. എല്ലാരും ഞാൻ സാറ്റ് അടിക്കാൻ പോണ്. അത് ഫൗള്. ഒന്നുകൂടെ പിന്നെ അങ്ങനെയൊന്നുമില്ല. കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഒളിക്കട്ടെ പെട്ടെന്ന് തന്നെ ഇറങ്ങില്ലേ പോ ഒളിക്ക ഒളിക്ക് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 31 32 33 34 35 ഞാൻ കള്ളക്കളി ഒന്നും കളിച്ചില്ലല്ലോ ഞാൻ അന്തസ്സായിട്ടല്ലേ കളിക്കുന്നത് ആൾക്കാർ നിന്റെ കല്യാണം ആലോചിച്ചോണ്ട് നീ ഒളിച്ചു കളിക്കണാ ചുമ്മാ സാറ്റടിക്കണോന്ന് എന്താ പറഞ്ഞു ഇത് കാര്യം പറഞ്ഞിട്ട് പോകും അവൻ എണ്ണിക്കൊണ്ട് ഒരു പരിപാടി നിന്നെ ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നത്. എന്ത് പരിപാടി പരിപാടി ഒരു സംഭവം പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്ന ഒരു സംഗതി. എന്ത് സംഭവം എന്ത് സംഗതി എടാ നമുക്ക് ഗുണമുള്ള ഒരു കാര്യമാണെന്ന്. നമുക്കെന്ന് വെച്ചാ എടാ നമുക്ക് എടുക്കും നിനക്ക് വേണ്ടി എന്താ കാര്യം എന്ന് പറ എക്സ്ട്രാ കുറച്ച് പൈസ കിട്ടുന്ന സംഭവമാണ്. അവൻ സാറ്റടിച്ചു ഇയാൾ എന്തിനാടേ വലിഞ്ഞിരുന്നത് ഞാൻ സമാധാനത്തിന് സാറ്റ് വെച്ചോണ്ടിരുന്നില്ലേ പൈസ ഇവിടെ കല്യാണമൊക്കെ പൈസ വേണ്ട ഇവിടെ കുറച്ച് പൈസ വൈകുന്നേരങ്ങളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയണത്. എന്ത് സെറ്റ് എന്ത് പൈസ ഒരു സംരംഭം ഞാൻ തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കണം. പക്ഷെ അത് നിന്നെ വെച്ച് എനിക്ക് പറ്റുള്ളൂ. എന്നെ വെച്ച് എനിക്ക് കറക്റ്റായിട്ട് ഇറങ്ങി കളിക്കാൻ പറ്റില്ല. എനിക്ക് പിന്നണിയിൽ നിന്ന് കളിക്കാൻ പറ്റുള്ളൂ. അതെന്താ എന്നെ വെച്ച് തുടങ്ങുന്ന സംരംഭം അതുകൊണ്ട് നിനക്ക് പറ്റുമല്ലോ. പറ്റുന്ന വെച്ചാൽ എന്താ സംരംഭം എന്ന് പറയാം എന്നാലല്ലേ ആലോചിക്കും ചെയ്യാൻ പറ്റും. എന്നാ സംരംഭം എന്ന് പറയാം എന്തിനല്ലേ ശ്രദ്ധയൊക്കെ മാറിപ്പോണം നീ. അത് അതായത് നമ്മളെ ജംഗ്ഷനില് ചെറിയൊരു തട്ടുകട സെറ്റപ്പ് പറഞ്ഞതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? അടിപൊളി ഐഡിയ. അതാകുമ്പോ ഒറ്റയ്ക്ക് ഇരുന്നെങ്കിൽ തിന്നല്ല ഉണ്ടാക്കുന്ന കൂടെ എന്താ ഞാൻ പെണ്ണിട്ട് വരട്ടെ എന്നെ പിന്നെ പറയാൻ റൂമിൽ വന്നാ പോരെ. കളിക്കണില്ല പോ വേണ്ട കുറച്ച് കിട്ടും എന്താ ജംഗ്ഷനില് മാത്രം നല്ല അടിപൊളി ഐഡിയ അത്. ഫ്രഷ് എവിടെ നിന്ന് കിട്ടിയ ഐഡിയ? എടാ ഐഡിയ കൊണ്ട് വരണ വഴി കൊണ്ടായതാണ്. പക്ഷെ എന്നെ വെച്ച് തുടങ്ങണമെന്ന് പറഞ്ഞ കാരണം എന്താണ്? എടാ ഞാൻ ഈ പോലീസിലുള്ള ഞാൻ എങ്ങനെ തുടങ്ങണത്? എടാ അങ്ങനെ ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഇയാളുടെ ഐഡിയ ഇയാൾക്ക് തന്നെ തുടങ്ങുന്ന പോലീസ് പറഞ്ഞ കുഴപ്പം എന്താ? എടാ അങ്ങനെ പറ്റൂല. അങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ അറിഞ്ഞാൽ അതൊക്കെ പ്രശ്നമാവും. നമ്മളെ ചന്ദ്രന്റെ കടയിൽ അടച്ചേക്കല്ലേ ജംഗ്ഷന്റെ അടച്ചേക്കാണ്. എന്താണ് കാര്യം? എന്ത് കാര്യം? ചെറിയൊരു അടി അവിടെ നടന്നു വിഷയമായി. ഞാൻ ശിവവും കൂടെ അവിടെ പോയിരുന്നു പുള്ളിയെ കാണാൻ വേണ്ടി പോയിരുന്നു. ചന്ദ്രൻ ഇനിയിപ്പോ തട്ടുകട നടത്താൻ വലിയ താല്പര്യം അവര് പറയണം. എന്നാ പിന്നെ നിങ്ങൾ രണ്ടുകൂടെ നടത്തിക്കോ. ഓസിനിട്ട് തട്ടുകട തുടങ്ങാൻ പിന്നെ എടി എന്താണ് കാര്യം നടന്നാ പോലെ ചുളുവിൽ കാര്യം കിട്ടിയില്ലേ? അപ്പൊ എന്തായാലും എനിക്ക് കടയായി സംഭവം കൊണ്ട് ഇപ്പൊ നീ സമ്മതിക്കുന്നു. നമ്മൾ അടുത്ത മുഹൂർത്തത്തിൽ സമ്മതിക്കാൻ പറ്റും. എനിക്ക് കുറച്ച് ആലോചിക്കണം. അതൊക്കെ സമ്മതിച്ചു എനിക്ക് കുറച്ചുപേർ ആലോചിക്കണം. കുറച്ചുപേർ ആലോചിക്കണം. ആഫ്റ്റർ 7 o'clock പറയാൻ പറ്റും. 5 o'clock ഞാൻ വെയിറ്റ് ചെയ്യും. എന്നാ വെയിറ്റ് ചെയ്യും. അവിടെ പോയിരുന്നു വെയിറ്റ് ചെയ്യും. എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാൻ പറ്റും. ഇയാളായോണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇയാൾ എന്ത് ഐഡിയ ഉണ്ടെന്ന് എനിക്ക് തലക്കിട്ട് കൊട്ടുന്ന രീതിയിലുള്ള ഐഡിയ ആണ്. ആലോചിച്ചിട്ട് പറയാൻ പറ്റും. ഉണ്ടാകട്ടെ എന്തൊരു വെയിറ്റ് ഇപ്പൊ വെയിറ്റ് ഇട്ടേ നിൽക്കത്തുള്ളൂ. ഞാൻ അമ്മച്ചി ചമ്മന്തിപ്പൊടി ചോറും വെച്ചിട്ടുണ്ട്. പോ തിന്നു. മനസ്സിലായ എന്റെ പോണേ ഞാൻ ഒരു 7 മണിക്ക് ചെയ്യും ഒന്ന് പറയൂ. അതല്ലേ ഇംഗ്ലീഷിൽ പറഞ്ഞ ആഫ്റ്റർ 7 o'clock ഒന്ന് 7 ബജെ. നീ ഹിന്ദി പറയണോ? അല്ല നീ ആഫ്റ്റർ എന്ന് പറഞ്ഞു. എനിക്ക് ആഫ്റ്റർ ബിഫോറും തിരിച്ചറിയാൻ പറ്റുന്നത് പോയാണ്. അപ്പൊ 7 പറയണേ. 7 ഇംഗ്ലീഷ് അറിയത്തില്ല. എടി കണ്ണാ അല്ല കണ്ണാ ആമേ വാടി സാറ്റ് കളിക്കാതെ. ഓ നിങ്ങളെ പറ്റി ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇതൊന്ന് പിഴിഞ്ഞാൻ തന്നെ. അത് പിഴിയാനൊന്നുമല്ല, ഞാൻ വേറെ സീരിയസ് മാറ്റർ സംസാരിക്കാനാ വന്നത്. എടി ശിവൻ ഇത് എന്തോ നിന്റെ കേടാ? സുമേക്കോടെ കൂട്ടുപിടിച്ചോണ്ട് അവൻ തട്ടുകട തുടങ്ങാൻ പോണെന്ന്. അവര് തുടങ്ങുന്നെങ്കിൽ തുടങ്ങട്ടെന്നേ. ഒന്നും അല്ലെങ്കിൽ ഒരു വരുമാന മാർഗമല്ലേ? വരുമാന മാർഗം. ഇവര് തട്ടുകട നടത്തി വരുമാനം ഉണ്ടാക്കിയിട്ട് വേണ്ട പലാവലെ വീട്ടുകാർക്ക് കഴിയാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് അവസാനം മഹാ കുഴപ്പം പിടിച്ച കേസായി തീരുവേ. എന്ത് കുഴപ്പം? ശിവൻ ഒരു തട്ടുകട ഒത്തു കിട്ടി, അത് നടത്താൻ വേണ്ടി അവൻ സുമേ കൂട്ടുപിടിച്ചു. അതിലൊരു കുഴപ്പം ഞാൻ കാണുന്നില്ല. നീ അല്ലെങ്കിലും ഒരു കുഴപ്പം കാണൂലല്ലോ. അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണണമെങ്കിൽ തലയ്ക്കകത്ത് ആള് താമസം വേണം. നിനക്കത് പണ്ടും ഇല്ലല്ലോ. പിന്നെ നിങ്ങളുടെ തലയിൽ പിന്നെ ആൾക്കാർ ഫ്ലാറ്റ് കിട്ടിയല്ലേ താമസിക്കുന്നത്? പോ മനുഷ്യൻ. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യൂല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം.
എടി സുമയ്ക്ക് ഇപ്പൊ കല്യാണാലോചന നടക്കുന്ന സമയമാണ്. അത് അവസാനം വലിയ പ്രശ്നമായി തീരുവേ. അതെന്താ തട്ടുകട നടത്തുന്നവരാരും കല്യാണം കഴിക്കുന്നില്ലേ? ഇങ്ങനത്തെ ഇടുങ്ങിയ ചിന്താഗതിയൊക്കെ എടുത്ത് കള മനുഷ്യ. അപ്പൊ നീയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നല്ലേ? ചുമ്മാ അല്ല ഞാൻ പറഞ്ഞിട്ട് അവന്മാരനുസരിക്കാത്തത്. അവരളിയനും അളിയനും കൂടെ തുടങ്ങുന്ന ഒരു പുതിയ കാര്യമല്ലേ? നന്നാവും തന്നെ എന്റെ മനസ്സ് പറയുന്നത്. നന്നാവും. അവസാനം രണ്ടും കൂടെ അടിച്ച് പിരിയുമ്പോഴേ ഇങ്ങനെ തന്നെ പറയണം കേട്ടാ. ഇങ്ങനെ കരുനാക്ക് വളച്ചൊന്നും പറയാതിരിക്കാവോ? ഇങ്ങനെയല്ലേ ഓരോരുത്തർ ബിസിനസ്സുകാരാവുന്നേ അല്ലേ? സമ്മതിച്ചു. നന്നായി കണ്ടാ മതി. എന്തോ മനുഷ്യ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോന്നേ? പിള്ളേരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ടേ? അങ്ങനെയല്ലേ അവര് വളരുന്നേ? എടി നല്ല കാര്യത്തിന് ഞാൻ എന്നും സപ്പോർട്ട് ഉണ്ട് കേട്ടാ. എനിക്കറിയാലോ അവന്മാരെയൊക്കെ സ്വഭാവങ്ങള്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പിഴിഞ്ഞു തന്നേച്ചു പോ. നല്ല കാര്യമല്ലേ ഇതും? തട്ടുകട നടത്തുന്നവരെ വിളിച്ച് പറ. അവന്മാർക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. എന്തൊരു മനുഷ്യനായത്, എല്ലാം നെഗറ്റീവാ. തട്ടുകട സമയത്ത് നീ വരുന്ന നേരത്ത് നിനക്കുള്ള ദോശ ഞാൻ തന്നിടാം പൊന്നെ. സുമേഷേ, എടാ നീ പുതിയ ഹോട്ടൽ തുടങ്ങാൻ പോകുന്നു പറഞ്ഞിട്ടല്ലോടാ? അതെവിടാ? ചേച്ചിയുടെ റൂമിൽ കുക്കർ ഇട്ടോ? അടച്ചിട്ട് വാ. നീ പറ, നീ ഇപ്പൊ എവിടെ തുടങ്ങാൻ പോണേ? അല്ല കുക്കർ എന്നെ എന്തോ ഇരിക്കുന്നത് ഇറച്ചിയല്ലോ? അതൊക്കെ അവിടെ കിടക്കട്ടെ, നീ കാര്യം പറ. മൂന്നാർ. ചുമ്മാ കളിക്കല്ലേ സുമേഷേ, എവിടെയാ പറ. എന്റെ പൊന്ന് സിന്ധു ചേച്ചി, ഇത് ഹോട്ടലൊന്നുമല്ല, ചെറിയ തട്ടുകടയാണ്. അതിനെപ്പറ്റി ഞങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. അല്ല സിന്ധു ചേച്ചി എവിടെ നിന്ന് ഞങ്ങൾ തട്ടുകട പോകുന്നൊക്കെ? അതൊക്കെ ഞാൻ അറിയും. നീ മനസ്സിൽ കാണുമ്പോഴേ ഞാൻ മാനത്ത് കാണും. എന്നാ മാനത്ത് നോക്കി എന്ന് പറയാൻ പറ്റുമോ ഞങ്ങൾ എവിടെ തട്ടുകട തുടങ്ങാൻ പോകുന്നതെന്ന്? ഭൂമിയില് ഒന്ന് പോടാ. കാര്യം പറയുമ്പോ കളിയാക്കുന്നോ നീ? എന്റെ ചേച്ചി അത് ശിവാളിയിൽ ഏർപ്പാടാ. നടന്നെന്ന് പറയാം. അതിപ്പോ നിന്റെ ഏർപ്പാടായാലും അങ്ങനെ തന്നെയല്ലേ. എന്തായാലും നിങ്ങളൊരു കട തുടങ്ങുന്നതേ ആ ഉത്തമ ഒരു സഹായമായിരിക്കും. അതെന്തെന്ന് വർത്താനം സിന്ധു ചേച്ചി? ചേച്ചിയുടെ വർത്താനം കേട്ടൊന്നും ചേട്ടനെ ഇവിടുത്തെ ചെലവെല്ലാം നോക്കുന്നേന്ന്? പിന്നല്ലേ, ആ ഉത്തമനും പാവം ആശയും കൂടെ കഷ്ടപ്പെട്ടുണ്ട പൈസ ഉണ്ടല്ലേ നിങ്ങൾ സുഖിച്ച് ജീവിക്കണേ. ആ പാവം പിടിച്ച് സുഗന്ധം ചേട്ടൻ ഗൾഫിൽ കിടന്ന് കരിവാളിച്ച് അയച്ച പൈസക്ക് ചേച്ചി ആവശ്യമായിട്ട് ജീവിക്കുന്നല്ലേ? നീ കണ്ടോ ഞങ്ങൾ ലാവിഷായിട്ട് ജീവിക്കണേ? ചുമ്മാ അനാവശ്യം പറയല്ലേ സുമേഷേ. എന്റെ പൊന്നു ചേച്ചി, എല്ലാരും കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്നത്. ഇവിടെ ചേട്ടനും ചേട്ടത്തി മാത്രമൊന്നുമല്ല, ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, കിളി കഷ്ടപ്പെടുന്നുണ്ട്, അളിയും കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ നീ കഷ്ടപ്പെടുന്ന കാര്യമൊന്നും എന്റെ അടുത്ത് പറയല്ലേ. അതെന്താ ഞാൻ കഷ്ടപ്പെടുന്നത് കുഴപ്പമല്ലോ ഉണ്ടോ? നമുക്കറിയാം നീ എങ്ങനെയാ കഷ്ടപ്പെടുന്നൊക്കെ. എന്തായി 4 പേർക്ക് ഒരുമിച്ച് തിന്നാ. 4 പേർക്ക് എന്തിനാ? എടാ ശിവ, എടാ നീ കട തുടങ്ങുമ്പോഴേ എനിക്കും കൂടെ ഇച്ചിരി പൊറോട്ടയും ചിക്കൻ ചാപ്സ് ഒക്കെ തരണേടാ. പിന്നെന്താ ചേച്ചി, പൊറോട്ട ചിക്കൻ ചാപ്സ് ആയ ഉടനെ ഞാൻ ചേച്ചിയെ വിളിക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമ്മൾ അവിടെ കൊണ്ട് വെച്ചുതരാം പാത്രത്തോടെ. ചേച്ചി തിന്നിട്ട് നോക്കിയിട്ട് കൊള്ളാക്കി പറഞ്ഞാൽ മതി. എന്നിട്ട് ആൾക്കാർക്കെല്ലാം കൊടുക്കാം. എന്താ ചേച്ചി? ഓഹോ, അപ്പൊ നീയും തുടങ്ങി എന്നെ കളിയാക്കാൻ. നിന്റെ അടുത്ത് സംസാരിക്കാൻ വന്ന എന്നെ പറഞ്ഞാ മതി. ശരി ചേച്ചി പോവല്ലേ? ചേച്ചി എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കേ ചേച്ചി പോവല്ലേ? എല്ലാ ന്യൂസും എനിക്ക് ഇത്ര കഴിയാൻ പറ്റും. എന്ത് മതി? ഇത് പോരെ? മതി ധാരാളം. ബക്കറ്റിന്ന് കൊണ്ടുണ്ട്. ഇത് മാത്രം ഞാൻ പിന്നെ ചോദിക്കട്ടാ, നമ്മളെ കടയ്ക്കൊരു പേര് നീ കണ്ടുപിടിച്ചാണ്? തട്ടിടയ്ക്കോ? മണ്ണൊക്കെ ഇരിക്കണ്ട തൊണ്ടി കൊണ്ടിട്ട് ഈ കടയ്ക്കൊരു പേര് കണ്ടുപിടിച്ചാ? തട്ടിടയ്ക്ക് തട്ടിടയെന്നല്ല പിന്നെ വേറെ എന്തെങ്കിലും ഇടാൻ പറ്റൂ? തട്ടിയുടെ ഇഷ്ടം പോലെ ഇല്ലേ? തട്ടിടയ്ക്ക് ഒരു ഗുമ്മ വേണ്ടേ? പേരില്ലാണ്ടിരിക്കണം. നീ ഒരു പേരിട്ടാണ് നല്ലത്. പേരെന്ന് പറഞ്ഞു കഴിയുമ്പോ വെള്ളവഴി സുഷി. സുമിസിന്റെ ഷൂയും ശിവന്റെ ഷീയും സുഷി. സുഷി കുഷി ഒന്നും വേണ്ട. അല്ല പിന്നെ എന്താ അളിയൻ പറ. അളിയൻ പറ. ഞാൻ പറയട്ടോ, നല്ലൊരു പേരുണ്ട്, കിളിക്കൂട്. തള്ളക്കിളികളെ കുഞ്ഞുങ്ങൾ കൊണ്ടുകൊടുക്കണ പോലെയാണ് നമ്മൾ ദോശ കൊടുക്കുന്നത്. ഇങ്ങനെ ഒഴുക്കാൻ വിട്ടില്ലേ? ഇങ്ങനെ ഒഴുക്കി വിട്ടെന്ന്. ഭാര്യ സ്നേഹമല്ല, അവക്കും ഒരു സന്തോഷമാവും. പിന്നെ നമ്മള് ഞാൻ പറഞ്ഞുതരാം, നിന്റെ പെങ്ങള് അവള് ഒരേ ഒരു പെങ്ങള്, എന്റെ ഒരേ ഒരു ഭാര്യ, ആ ഒരു ബന്ധുവായി. അത് വേണ്ട. ലളിതാമ്മ തട്ടിടുന്നിട്ടത്. ലളിതാമയം. ലളിതാമയോ? അങ്ങനെ ഇട്ടാ തട്ട. എടാ അത് വീടിനൊക്കെ ഇടുന്ന പേരല്ല. അല്ലെങ്കിൽ കുഞ്ഞൂസ് എന്നിട്ട് കുഞ്ഞുണ്ണിയുടെ കുഞ്ഞൂസ്. കിളിക്കൂട് വേണ്ട. എന്തായാലും കുഞ്ഞൂസിനൊക്കെ പറഞ്ഞ ആൾക്കാർ ചമ്മന്തി കുറച്ച് കൊടുക്കുള്ളൂ എന്ന് വിചാരിക്കും. പിന്നെ കിളിക്കൂടിന് ചമ്മന്തി കൂടുതൽ കൊടുക്കുവോ? പിന്നെ കിളിക്കൂടെ തള്ളക്കിളി പോലെ പപ്പിന് കൊണ്ട് കൊടുക്കൂലേ? അത് നീ പിടി ആലോചിക്കാം അല്ലേ? ബെഞ്ച് പിടി. സംഭവം കൊള്ളാടാ. ഞാനൊരു കാര്യം പറയട്ടാ, നമ്മളെ ദോശക്കകത്ത് ചിക്കൻ കറി അടിച്ച് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇങ്ങനെ മോളിൽ കൂടെ വെതറി ചിക്കൻ ദോശ ഇട്ട് കൊടുത്താലേ? അതിന്റെ മേടെ കുറച്ച് പൊടിച്ചമ്മതി ഇട്ടാ ചിക്കൻ പൊടിത്തമ്മതി ദോശ. എന്റെ അളിയല്ലേ ഫ്രണ്ടേ നടാ, ആദ്യം തടി ഇട്ടുള്ളതാ. എടി ഇപ്പഴങ്ങനെ എത്തൂടെ? കഷ്ടം നോക്കടാ. അത് എത്തി, സ്ഥലം എത്തി. ഓ വണ്ടി നമുക്ക് അറിയാൻ ഒരാളാ. വണ്ടി അടി മാറി. നീ എന്നെ കൂടെ പിടിച്ച് പിടിപ്പിക്കുമല്ലോ. നേരെ നോക്ക്. ഈ സോപ്പൊട്ടിക്കകത്ത് വന്ന് തട്ടെടുത്താൻ പോന്നെ. സോപ്പൊട്ടിയാടെ?
എടാ അങ്ങോട്ടൊക്കെ നീളത്തിലുണ്ടോ അതുകൊണ്ട് അതുവരെ ഇല്ലേ? എന്റെ പൊന്നളി ഇതിന്റെ പണിയൊന്നും തീർന്നിട്ടില്ലല്ലോ. പണി തീർന്നില്ലെന്ന് പറഞ്ഞാൽ മറ്റേ അണികളൊക്കെ നടന്ന് പ്രശ്നമായിട്ട് പൂട്ടിയിട്ടേ. പണിയുണ്ട്. ഇവിടുത്തെ കുറച്ച് സീറ്റൊക്കെ മാറ്റിയാ വലിച്ചു കെട്ടിയാൽ മതി, താർപ്പാള കെട്ടിയാൽ മതി, 2 പോസ്റ്ററൊക്കെ മതിയല്ല. എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്തോന്നാ നീ നോക്ക്, നീ ഇങ്ങോട്ട് നെഗറ്റീവ് അടിക്കാം. ഇങ്ങോട്ടെ ഇവിടെ ഒരു പോസ്റ്റ്, ഇവിടെ ഒരു പോസ്റ്റ്, ഒരു ടാർപ്പ വലിച്ചു കെട്ടി കഴിഞ്ഞാൽ 2 ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എത്ര പേർക്ക് ഇരിക്കാം? 2 ബെഞ്ച് ഇട്ട് 8 പേർക്ക്. കുറച്ചൊരു ആളുകൾ അങ്ങോട്ടൊരു സീറ്റ് അടിക്കാം നമുക്ക്. ആളുകൾ വരിക എത്ര ഉറപ്പെന്തോ? നീ എന്തിനിങ്ങനെ നെഗറ്റീവ് പത്രം പറഞ്ഞ? നീ അത് ശരിയാക്കാൻ പറ്റുമോ നോക്കണേ. നീ ഇത് അങ്ങോട്ട് നോക്കിയാണ് അങ്ങോട്ട്. എടാ ഇതിനകത്ത് സ്റ്റവും ബെഞ്ചൊന്നും ഇല്ലല്ലോ. എടാ ബെഞ്ച് സ്റ്റവ് ഷിബുവിൻ്റെ അവിടെ നമുക്ക് എടുക്കാം. ബാക്കി സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ. ബാക്കി ഏത് സാധനം? മറ്റേ പ്ലേറ്റും ഗ്ലാസും ഒക്കെ ഉണ്ടോ അതിനകത്ത്? പ്ലേറ്റും ഗ്ലാസ്സോ? പ്ലേറ്റും ഗ്ലാസ്സൊക്കെ ഞാൻ സെറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പച്ചി ചാക്കിട്ട് വെച്ചേക്കില്ലേ? പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാം. അപ്പൊ മുതൽ മുടക്കില്ല. അങ്ങനെ ഇത്ര വീതി അത് ഇഷ്ടപ്പെട്ട്. അതാണ്. ഇത് കുറച്ച് മാറ്റണം. ഇതൊക്കെ വേറെ വെച്ച് വലിച്ച് കെട്ടിയാൽ മതി. ഇതിങ്ങനെ ഇത് ഓപ്പൺ ചെയ്ത് വലിച്ച് തൂക്കി നിർത്താം. ഫോൺ അടിക്കുന്നു. ഫോൺ. അയ്യോ ഷിബു. ഷിബു പറയടാ. നമ്മള് കടയിലടാ. ഇതൊക്കെ ആട് ഇത് ചെയ്യണത്. കറക്റ്റ് ചെന്ന് പറഞ്ഞു കൊടുക്കില്ല. അവനവൻ്റെ കാര്യം നോക്കിയപ്പോഴേ എൻ്റെ പടലിൽ തന്നെ ഇതെങ്കിലും എങ്ങനെയാണ് പറഞ്ഞത്? നീ എന്താണ് ഷിബു? ഞാൻ ഞാൻ വിളിക്കാം. ബെഞ്ച് കിട്ടൂല. ബെഞ്ച് കിട്ടൂലല്ലേ? ബെഞ്ച് കിട്ടും. സ്റ്റൗ കിട്ടൂല. എടാ സ്റ്റൗ കിട്ടും. ഷിബു തേച്ച്. എടാ ഷിബു തേച്ചില്ല, വേറെ ആരോ ആണ് തേച്ചത്. ആര്? ആര് ചെന്ന് കമലാ മാഡത്തിൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ കട തുടങ്ങാൻ പോണെന്ന്. അത് നല്ലല്ലേ? കമലാടത്തെ കൊണ്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമല്ലോ. കമലാടത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുപോയി എൻ്റെ കഴുത്താർന്ന് വെച്ച് അവരറിഞ്ഞ പ്രശ്നമല്ലേ? എടാ ഒരു സർക്കാർ ജോലിക്കാരൻ അങ്ങനെ കട ഞാൻ നേരത്തെ പറഞ്ഞു തന്നല്ലേ? ആര് പറഞ്ഞു സർക്കാർ ജോലിക്കാർക്ക് വേറെ എന്തൊക്കെ ബിസിനസ് ചെയ്യുന്നു? എടേ അങ്ങനെയൊന്നും പറ്റിയൊന്നുമില്ല. അതൊക്കെ ആരും അറിയാതൊക്കെ ചെയ്യണമായിരിക്കും. പോലീസുകാർക്കൊന്നും അങ്ങനെയും ചെയ്യാനൊന്നും പറ്റിയൊന്നുമില്ല. അപ്പൊ അളിയന് ഇതിലോട്ട് വരാൻ പറ്റത്തില്ല, തട്ടയിലോട്ട് വരാൻ പറ്റൂല. അല്ല ഞാൻ ചോദിച്ചത് അളിയന് തട്ടയിലോട്ട് വരാൻ പറ്റുമോ ഇല്ലയോ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഞാൻ എങ്ങനെ വരാം? നിന്നെ കടയിൽ പൈസ ഏൽപ്പിച്ചോണ്ടല്ലോ, കാറും കോളും ഉള്ളപ്പോ കടലിൽ തോണി ഇറക്കുമ്പോൾ ആയി പോകും. ഞാൻ കണക്കെ കറക്റ്റായിട്ട് കാണിക്കണ്ട, ഞാൻ ഇവിടെ കറക്റ്റ് എടുത്ത് നോക്കിക്കോളാം. അളിയന് തട്ടയുടെ വരാൻ പറ്റത്തില്ല, എന്നെ കണക്കേൽപ്പിക്കത്തില്ല. പിന്നെ അങ്ങനെ തട്ടയുടെ നടത്തും? നമ്മൾ 2 കൂടെ നടത്തും. നമ്മൾ 2 പേരും കൂടെ. പിന്നെ കിളിയെ അപ്പച്ചയൊക്കെ പിടിച്ചടക്കി ഇരുത്താലോ. ഈ ഷെയറിന്റെ കാര്യം എന്തുകൊണ്ടാ പറഞ്ഞിരുന്നല്ലേ? ഷെയറിന്റെ കാര്യം. ഷെയർ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം അളി ഒറ്റയ്ക്ക് നടത്തിക്കും. എന്താ നീ പറയുമ്പോ പിന്നെ ഞാൻ മുടക്കിയ പൈസ സ്വന്തമായിട്ട് മുടക്കി സ്വന്തമായിട്ട് ബിസിനസ് നടത്തിക്കോളുന്നു. എനിക്ക് 50% അതിന്റെ ബാധി 50% എനിക്ക് കിട്ടണം. അല്ലെങ്കിൽ ഞാൻ നിൽക്കത്തില്ല. 50% ഞാൻ നിന്നെ ഒരു കൂലിക്ക് ഒരു പൈസ അങ്ങ് തരും. അയ്യോ കൂലിക്ക് ഞാനങ്ങ് നിൽക്കാം. അവിടെ കൂലിക്കെന്നല്ല പൈസ പൈസ ഒന്നുമില്ല. 50% അളി 50% എനിക്ക്. അങ്ങനെ നീ തട്ടടത്ത ഞാൻ കൂടെക്കാം. അങ്ങനെ ശരിയാവും. അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകാൻ പോകും. ആദ്യം പറഞ്ഞാ പോരാ. എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്ന്? ചെല്ലേ വീട്ടിൽ പോയിട്ടോ. വീട്ടിൽ പോകണമെന്ന് പറഞ്ഞില്ലായിരുന്നു? വീട്ടിൽ പോകണം. അപ്പോ എന്തോ ഇതിനകത്ത് നോക്കട്ടെ എന്തെങ്കിലും കൊണ്ടുവന്ന് അഴിച്ച് നോക്കല്ല. അഴിച്ച് നോക്കട്ടെ. എന്തിനാണെന്ന് കീറുന്ന അങ്ങ് പൊക്കൂടെ. പോയിട്ട് ഞാൻ ഒന്നും കൊണ്ട് വിൽക്കത്തൊന്നുമില്ല. ശരി ശരി. അങ്ങനെയൊന്നും പറയല്ലേ. അയ്യോ ഞാനൊന്നും ചെയ്യത്തില്ലെന്ന്. പട്ടി പോടാ. അല്ല അവിടെ എന്തൊരു ഖനവാ. ചിക്കൻ, കപ്പ, ബീഫ്, ചമ്മന്തി. അതോ പിള്ളേർക്ക് തട്ടുകടയിൽ കൊടുക്കാനുള്ള സാധനങ്ങളാ. നിങ്ങളൊന്ന് സഹായിച്ച മനുഷ്യ. അപ്പൊ ഫുഡൊക്കെ ഇവിടെ നിന്നാണോ ഉണ്ടായിക്കൊണ്ട് പോണേ? പിന്നല്ലാതെ അവന്മാർക്ക് എന്തെങ്കിലും അറിയൂ? കൊള്ളാം. അവന്മാർക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഫുഡ് ഉണ്ടാക്കി ഇവിടുത്തെ ഗ്യാസും ഇവിടുത്തെ പാത്രങ്ങളൊക്കെ എടുത്ത് നല്ല പരിപാടിയാണ്. ഇതത്ര ചെലവുള്ള കാര്യമൊന്നും അല്ലെന്നേ. 2 തരം ചിക്കൻ, കുറച്ച് ചമ്മന്തി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. വേണ്ട, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും വളം വെച്ച് കൊടുക്കല്ലേ. എടി അവന്മാർക്ക് തട്ടുകട നടത്തണമെങ്കിൽ അവന്മാർ ആരെങ്കിലും വിളിച്ചുണ്ടാക്കണം. അവന്മാർ നടത്തിക്കോളൂന്നേ. അതിപ്പോ തുടക്കം ആയതുകൊണ്ടേ ഞാനൊന്ന് സഹായിക്കുന്നതേ ഉള്ളൂ. സഹായിക്കുന്നു എന്ത്? നടുവേദന എടുക്കുന്ന വേണ്ട. ആവശ്യമില്ലാത്ത ഭാരിച്ച ജോലി എല്ലാം കൂടി ചെയ്തിട്ട് അവസാനം നടുവേദനയാണ്, കാലുവേദനയാണ്, കുഴമ്പിട്ട് തരാൻ പറഞ്ഞാലേ ഞാൻ അങ്ങോട്ടൊന്നും വരൂല. ഓ പിന്നെ എനിക്ക് നടുവേദന എടുക്കുമ്പോൾ നിങ്ങളാണോ വന്ന് കുഴമ്പിട്ട് തരുന്നേ? എന്തെങ്കിലും എനിക്ക് നിങ്ങൾ കുഴമ്പിട്ട് തന്നിട്ടുണ്ടോ മനുഷ്യ? എന്തൊക്കെ പറഞ്ഞാലും പാവം എൻ്റെ പൈങ്കിളിയാ നടുവേദനയ്ക്കൊക്കെ കുഴമ്പിട്ട് തരുന്നത്. കാണാം. ഇനി കുഴമ്പിടാ എന്നെ വിളിക്കുമ്പോഴേ ഞാൻ ഇതിന് നല്ല മറുപടി പറഞ്ഞുതരാം കേട്ടാ. ഒന്ന് പോ മനുഷ്യ, ചുമ്മാ എല്ലാത്തിനും ഉടക്കിടാതെ. എനിക്ക് അതൊന്നുമല്ല, ഇതെങ്കിലും ഒന്ന് പച്ച പിടിച്ചാൽ മതിയായിരുന്നു. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടുത്തെ പണിയെല്ലാം ഒതുങ്ങിയിട്ട് ഞാൻ വൈകുന്നേരം അവരെ തട്ടുകടയിൽ ഒന്ന് സഹായിക്കാൻ പോട്ടെ? ബെസ്റ്റ്, നന്നായിരിക്കുന്നു കേട്ടോ. റിട്ടയർഡ് എയർ മാർഷൽ ക്യാപ്റ്റൻ കുഞ്ഞുണ്ണിയുടെ ഒരേ ഒരു ഭാര്യയും റിട്ടയർഡ് എയർ ഹോസ്റ്റസുമായ ലളിത കുഞ്ഞുണ്ണി തട്ടുകടയിൽ. കൊള്ളാം.
അല്ലല്ല നിങ്ങളുടെ അനുവാദം ആർക്ക് വേണം? ഞാൻ പോവും, എനിക്ക് അവരെ സഹായിക്കണം. വേണ്ടേ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും എടുത്ത് ചാടല്ലേ. ഇടി അമ്മയും ശങ്കുണ്ണിച്ചാണ്ടോ കുറച്ച് വലിയ പ്രശ്നമാവുമെന്ന്. അമ്മയോട് ഞാൻ നേരത്തെ ചോദിച്ചു, അമ്മ ഓക്കെ പറഞ്ഞു. വേണമെങ്കിൽ ക്യാഷ്യറായിട്ടും അമ്മ വന്നിരിക്കാമെന്നും പറഞ്ഞു. ഓഹോ, അപ്പൊ നീ അമ്മയും കയ്യിലെടുത്തല്ലേ? ഇതിൽ കയ്യിലെടുക്കേണ്ട കാര്യം എന്താ? അമ്മ നിങ്ങളെ പോലൊന്നും അല്ല മനുഷ്യ. ഇടുങ്ങിയ ചിന്താഗതിയൊന്നും അമ്മയ്ക്കില്ല. ഓ കാണാം. നിങ്ങളിപ്പോ സഹായിക്കുമല്ലോ, അത് എന്നെ കൊണ്ടൊന്നും വയ്യ. അപ്പച്ചി എല്ലാം റെഡിയായ? ഇതെന്തോ നീ ഫാൻസി ഡ്രസ്സിന് പോടാ? ഇല്ല, ചെറിയൊരു ആൾമാറാട്ടമാണ്. ആൾമാറാട്ടോ? അതെന്തിന്? അത് ആരോ വെച്ചു മാമ കമല മാഡത്തിന്റെ അടുത്ത് ചെന്ന് ഞാൻ തട്ടുകട നടത്താൻ പോണെന്നൊക്കെ അറിഞ്ഞ് അവിടെ ആകെ പ്രശ്നമായി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആൾമാറാട്ടിൽ പോയാൽ കുഴപ്പമില്ലല്ലോ. ആർക്ക് മനസ്സിലാവൂല. നീ എന്താടാ നീ മറുക വിളക്കങ്ങളെ ഇപ്പൊ ഒട്ടിച്ചേ ഉള്ളൂ. ഡേയ്, നീ ഏത് വേഷം കെട്ടിച്ചെന്നാലും എല്ലാവർക്കും നിന്നെ തിരിച്ചറിയാൻ പറ്റും. എന്റെ ബുദ്ധി എന്ന് മരവിച്ചു പോയാ? ചുമ്മാ നല്ലാതെ തന്നെ. തിരിച്ചറിയിക്കാൻ എന്റെ വേറൊരു ഐഡിയ കൊണ്ടുണ്ട്. അതെന്തോന്നു? ഞാൻ ടക്കനെ സൗണ്ട് അങ്ങ് മാറ്റി അപ്പച്ചി ഇപ്പൊ എങ്ങനെയുണ്ട്? ഇനി എന്നെ പൊക്കൂലല്ല. നന്നായിട്ടുണ്ട്. കിളിക്കൂടെന്ന് പറഞ്ഞ നിങ്ങളുടെ തട്ടുകടയ്ക്ക് പറ്റിയ സൗണ്ട്. മാമ അങ്ങനെയൊന്നും പറയണ്ട, കിളിക്കൂട് നമ്മൾ ഹിറ്റ് ആക്കും. നോക്കിയോ, നീ എങ്ങനെ പോയാലും നിന്നെ മനസ്സിലാക്കുന്നവര് നിന്നെ മനസ്സിലാക്കുക തന്നെ ചെയ്യും. അങ്ങനെ എന്റെ ആത്മവിശ്വാസക്കളല്ലേ. സൗണ്ട് മാറ്റിയാലേ പൊക്കൂ. പിന്നെ അല്ലാതെ തന്നെ. ഇത് ഞാൻ എന്തോ ചെയ്യണം? അതൊന്നും പേടിക്കണ്ട. അപ്പൊ അതൊന്നും പേടിക്കണ്ട, മണിക്കൂട്ട വന്ന് കൊണ്ടുപോകും. അവന്റെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകല്ലോ. അത് ശരിയാ. നീ സഹായിക്കും മനുഷ്യ. ഇത് ഞാൻ എങ്ങനെ ഇതെല്ലാം കൂടെ പൊക്കുന്നേ? അയ്യോ, ഞാൻ സഹായിക്കില്ല. അപ്പച്ചി പരിപാടി കൂടെ ചെയ്താ മതി. വേറെ ജോലിയില്ല. ഇവിടെ തട്ടുകട നടത്താൻ പോലും ഒരു പീസ് ചിക്കൻ പോലും തരില്ല. അയ്യാ, എനിക്ക് വേണ്ടേ. നടത്തി കണ്ടാ മതി. കളയില്ല ഞാൻ പിടിച്ചിട്ടുണ്ട്. ശരിക്കല്ലേ നമ്മളെന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ട ഒറ്റ എണ്ണ ഒരു സഹായത്തിനുണ്ടാവില്ല. തേങ്ങാ ചമ്മന്തി തീർന്നു. ആ ചമ്മന്തിയേ ഉള്ളൂ. വേണോ? കളിയാക്കണം. വേണോ? ഉണ്ട്. 210 രൂപ. ഞാൻ സുമേഷിനെ കൊടുത്തോളാം. സുമേഷിനെ? അല്ല, ആരെ കൊടുത്താലും 210 രൂപയാണ്. അവനെ അവന്റെ കൊടുത്തോളാം. ഞാൻ പൈസ അവന്റെ അടുത്ത് പറഞ്ഞാ മതി. അറിയോ പൈസ? പൈസ എന്താണ്? ഇവിടെ എന്താ? 3 സെറ്റ് ദോശ, 3 ഓംപ്ലേറ്റ്. ഓംപ്ലേറ്റ് ഡബിൾ ആസിക്കളാ? ഡബിള്. നിന്റെ കടയായിരുന്നു ഇത്? അല്ല, എന്റെ വകയിലൊരു അങ്കിളിന്റെ കടയാ. അപ്പൊ ചേട്ടാ ഇവനേതായി? ഇവനേതായി? ഇതെന്റെ മാമന്റെ ഇളയ മോന്റെ മോനാ. നിന്റെ പേരെന്തോന്ന്? മുരുകൻ. ബിച്ചേട്ടാ ഇപ്പൊ ചേരിന്ന് ഇറങ്ങിയായിരുന്നു. ചേട്ടനായിട്ട് കുറച്ചാളായടാ. എടാ കടയിൽ പോരാ? അടയ്ക്കുന്നവരെ കാണും. നീ ഇത്ര ആളെ കളിക്കണോ? സമയമല്ലേ അടയ്ക്കും? ഒരു 10 മണി വരെ കാണും. പപ്പ ചേട്ടാ എന്താ ഇവിടെ? ഒരു വർക്കുണ്ടാ. പുറത്തോരെ പോയിട്ട് പോരാ. ദോശ ഇതുവരെ കിട്ടിയില്ല. ദോശ ഇതുവരെ കിട്ടിയില്ല. ദോശ ഇപ്പൊ തരാൻ പറ്റും. ഇപ്പൊ തരാം. ഒരു 2 മിനിറ്റ്. ഇയാൾ ആരെ വിളിക്കുന്നത്? ആരെ വിളിച്ചു? ഒരുമാതിരി പരിപാടി കാണിക്കരുത്. എന്ത്? ഞാൻ മറ്റേ ചലന്തി ബിജുവിനെ ശരിക്കും അറിയാൻ മേത്തോണ്ടാ. എന്തോ ചലന്തി ബിജു? പോടാ അവിടെ. അവൻ ചലന്തിയാണ്. ഞാൻ ചെരിപ്പാട് ഒറ്റയടി കൊന്നു. എന്റെ പൊന്നളെ, അവൻ ചലന്തി വര വിടുന്നക്ക് വരഞ്ഞിട്ട് മൊത്തത്തിൽ മാന്തി വിടും ഇയാളെ. പോടാ അവിടെ അങ്ങോട്ട്. ഇത് നീ ഇപ്പോഴേ നമ്മളിത് നടത്തണം, ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നവും. എന്റെ കടയിൽ ഉണ്ടാനുള്ള വിളയാട്ടമായിരിക്കും. എന്റെ പൊന്നളിയ, ഇത് നമ്മൾ തുടങ്ങുന്നൊരു ബിസിനസ് അല്ലേ? അപ്പൊ ഇതൊക്കെ കണ്ടില്ലെന്ന് കേട്ടില്ലെന്നൊക്കെ വരത്തണം. നീ എന്താണ് എത്ര പേടിക്കണം? നിന്റെ ആളി ഒരു പോലീസുകാരനല്ലേ? അത് ഇയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയും. ഇതിന് പിന്നിൽ ഞാനന്ന് ഗുണ്ടബിജു അറിയും. ഗുണ്ടബിജു? അല്ല, ചലന്തി ബിജു. നീ എന്തിനാ ഒന്ന് ഉറപ്പില്ലടാ നീ? ഇതൊക്കെ മക്കളോട് ചെന്നെ പറഞ്ഞ ആകെ പ്രശ്നമാവും. മക്കളോട് ചേട്ടനെന്ന് അറിയില്ല. നീ ഒന്ന് ചുമ്മായിരുന്നാണ്. നിന്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂലേ? വിളിക്കേണ്ടത് വെറുതെ വിട്ടുകളാ. അല്ല, ഒരു കാര്യം വിളിക്കണ്ട. നീ ഫോൺ ഇങ്ങോട്ട്. വിളിക്കണ്ടെന്ന് ശരിയാവത്തില്ലെന്ന്. ഒരു ബിസിനസ് തുടങ്ങുമ്പോ പച്ച പിടിക്കണ്ടേ? ഇങ്ങനെ പേടിച്ച് ആദ്യമേ പേടിക്കാൻ പാടില്ല. നമ്മളാണ് നീ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു പോലീസുകാരാണെന്ന് നീ മറന്നു. അത് മനസ്സിലായി. അളിയെന്ന് വിട്ടുകളന്ന്. നീ ഇങ്ങോട്ട് അല്ല, ചുമ്മാ പറയുന്നത് മനസ്സിലാക്കി. വിളിക്കണ്ടെന്ന് വിളിക്കണ്ടെന്ന് പോലെ. ഒരു കട ഇത്ര ബ്യൂട്ടിഫുൾ ആക്കാൻ എന്നെ കൊണ്ടല്ലേ വേറെ ആർക്കും പറ്റും. നൈസ് ഐറ്റം. ഓക്കെ. കറുപ്പായും കറുത്തത് ഞാൻ കറുപ്പായും
വെള്ളം കൊണ്ടുപോയാ അതെന്താ മഞ്ഞളോ മഞ്ഞൾ പ്രസാദവും എടാ ഇവിടെ 3 പേരെന്തേ? ഇവിടെ നിന്ന് 3 പിള്ളേരല്ലേ ആ അവരിപ്പോ ഒരു വണ്ടി വന്നിട്ട് ആ വണ്ടിയെ കയറിപ്പോയല്ലോ എന്റെ പൊന്നളി അവർ ദോശ കയറ്റി വിട്ടെ ദോശയൊക്കെ കൊടുത്തിട്ടുണ്ട് അവർക്ക് പൈസ പൈസയാ എന്തിനു പൈസ മേടിക്കണം അവരിന്ന്? പിന്നെ പൈസ കൊടുത്ത് അവർ പ്രശ്നം ഉണ്ടാക്കുന്നത്. ദോശ കൊടുത്തെന്ന് പറഞ്ഞില്ലേ? ദോശ കൊടുക്കുക ഇതായിരുന്നു അത് തന്നെ നീ ആര്? ഞാൻ വന്നപ്പോ ഈ കട ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് എന്നാ പിന്നെ കുറച്ച് ദോശയൊക്കെ പിള്ളേർക്ക് കൊടുത്തിട്ട് പിള്ളേരും ഒക്കെ ആയിട്ടൊന്ന് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു ഇതാരുടെ ഇത്? പിന്നെ നിങ്ങൾക്ക് വല്ലതും വേണോ? നമുക്ക് വല്ല വേണമെന്നാ? ദോശ വേണോ ചപ്പാത്തി വേണോ എന്തായാലും ഉണ്ട് ദോശ ഇതൊക്കെ ആരാ ഇത്? നീ ആരടാ നീ? നിനക്ക് അറിഞ്ഞൂടെ? എനിക്ക് അറിഞ്ഞൂടാ. നീയൊക്കെ ആരാടാ? ഫുൾ തുപ്പിട് ഫലോ തുപ്പടോ? നീയൊക്കെ ആരാടാ? നമ്മളായിരുന്നാ? ഇവിടെ എന്താ നിനക്ക് ജോലി? ഇറങ്ങി പോടാ കടയിൽ നിന്ന്. നിന്റെ കടയാ? പിന്നെ നിന്റെ കടയിൽ ഈ 5 മിനിറ്റ് ഈ കട ഞാൻ സ്വർഗമാക്കിയതാ 5 മിനിറ്റ് നീ എന്റെ കടയിൽ നിന്ന് ദോശ വിട്ടു. ആരടാ നീ? ഇറങ്ങിപ്പോവാനാ ഇറങ്ങിയില്ലെങ്കിൽ നീ എന്നെ വിടാ നിന്റെ മുഖത്തെന്താ മൂട്ടയാ മൂട്ടേ മൂട്ട നിന്റെ ഇറങ്ങണം. ഊരിലിറക്കാം നീ എന്നെ ചെയ്യും എടാ നീ ഇറക്കി വിടണ. എനിക്ക് വയ്യ. എനിക്ക് ഇറങ്ങിപ്പോടാ. ഇറങ്ങിപ്പോടാ. ഇറങ്ങിപ്പോ പോ. ഇറങ്ങിപ്പോ. ഇത് അടിച്ച് കയറ്റി തരും. എന്താ നീ ചെറിയണേ നിനക്ക് എന്നെ തല്ലണം തല്ലണോ? നിനക്ക് എന്നെ അടിക്കണം നിനക്ക് എന്നെ അടിക്കണടാ അടിക്കടാ നീ എന്നെ ചെറിയുന്നില്ല നീ ഇറങ്ങി പോടാ. ചെറയണം നിന്റെ. നീ വന്നേ. നീ വന്നേ. എന്ത് എന്ത് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ചുമന്നുകൊണ്ട് കിടക്കൂടെ ഇങ്ങനത്തെ ഒരു മീശ നിന്റെ ഒരു മീശ നിന്റെ നിന്നെ ഇങ്ങനെ ശരിയാക്കി കഴിഞ്ഞു അവന്റെ ചേട്ടാ ചേട്ടാ പിന്നെ എത്രയെന്ന് മനസ്സിലാക്കി? എടാ അയാളെ ബോധം അയാളെ എണ്ണിക്കുന്നില്ലെന്ന്. എടാ ഭൂതം അയാളെ എണ്ണിക്കുന്നില്ലെന്ന്. വിളി. ചേട്ടാ ചേട്ടാ കുടിയൻ ചേട്ടാ. എടാ അയാളെ എണ്ണിക്കുന്നില്ല. ഇയാൾ എന്തിനാ അടിച്ചത്? പിന്നെ നീയല്ലേ കണ്ണാണിച്ചത്? അങ്ങനെ അടിക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അടിക്കുവോ? എടാ എന്റെ മീശയൊക്കെ പിടിച്ച് വലിച്ച് മേടിച്ചടാ. എടാ ഇയാളുടെ ബോധം പോയില്ലേ? പിന്നെ ബോധം പോയി കയറി പിന്നെ ഞാൻ ഇവിടെ എടുത്തോണ്ട് നടക്കാൻ പറ്റും? ഇതിന്റെ പൊന്നു ഭൂതം ഇത് പ്രശ്നം. ഇയാൾ പോലീസുകാരനാണ്. പോലീസുകാരൻ നമ്മുടെ ബിസിനസ് പൂട്ടി പോകും. എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു എടുത്തിട്ട് അടിക്കാൻ എന്റെ കയ്യിലോട്ടല്ല ഇങ്ങോട്ട് അടിക്കാൻ. പിന്നെ നീ ഇതിന് കൈ ഇങ്ങോട്ട് അടി. മാറ്. അങ്ങനെ അടിക്കണ്ടെന്ന് ഞാൻ അടിച്ചോളാന്ന്. ഇത് തുടരണല്ലാം വയ്യ വരിയാണല്ലോ അടേ. എണ്ണിക്കുന്നില്ല. വെള്ളം ഒഴിച്ചിട്ട് എണ്ണിക്കുന്നില്ല. പ്രശ്നവും ഇത് പ്രശ്നവും. ഇതിപ്പോ ഇതെന്ത് ഇയാളൊരു കാര്യം ഇയാളൊന്ന് തലക്ക് കീഴി ഞാൻ പുറത്തോട് മാറിയ. ഇതിപ്പോ കടയിപ്പ് എന്ത് കടയിപ്പ് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്തെങ്കിലും ചെയ്തോ? ഞാൻ പറഞ്ഞു അടിക്കാൻ. നീലടാ പറഞ്ഞടിക്കാൻ. അങ്ങനെ അടിക്കാൻ പറഞ്ഞ ആരും അടിക്കണം. നിന്ന നിപ്പില് പ്ലാറ്റ് മാറാടാ. നീല അടിയടാന്ന് പറഞ്ഞത്. ഞാൻ അടിക്കാൻ പറഞ്ഞ കളി അങ്ങ് അടിക്കുവോ? അടിക്കണ്ടേ? വേണ്ട. അവിടെ പോയി. എവിടെ പോയിരിക്കും? അവിടെ സൈഡില്. എനിക്ക് വയ്യ. എനിക്ക് വയ്യ. നീ ഇവിടെ നിന്നില്ല. ഞാൻ ആരെയും വിളിച്ചോണ്ട് വരാം. വേണ്ട ഞാൻ പോയി ആരെങ്കിലും വിളിച്ചോണ്ട് അളി ഇവിടെ നിന്നിട്ട്. വേണ്ടടാ. അളി ഒരു പോലീസുകാരല്ലേ? നിന്നാണ് അവിടെ ഇരിക്കും. ഞാൻ ഇപ്പൊ വരാം. ഡേയ് ഡേയ് 420 430 40 50 490. അയ്യോ ഭയങ്കര ലാഭമാണല്ലോ. നിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോയി സപ്പോർട്ട് കൊടുക്കരുതെന്ന്. പിന്നെ എല്ലാരും പഠിച്ച് പാസ്സായിട്ടല്ലേ തട്ടുകട നടത്താൻ പോകുന്നത്? ഒന്ന് പോ മനുഷ്യ അവിടുന്ന്. അല്ലേ അതായത് നമുക്കിനി തട്ടുകട വേണ്ട. അല്ല മാമ നമ്മൾ ഈ തട്ടുകട നടത്തുന്ന സമയത്താണല്ലോ കൊള്ളക്കാരന്മാരും പിടിച്ചുവരക്കാരന്മാരും എല്ലാം ഇറങ്ങണത്. നമ്മളെ ഫാമിലിക്ക് അത് പറ്റില്ലല്ലോ എന്നുള്ളതുകൊണ്ട് വേണ്ടാന്ന് വെക്കാം. എനിക്ക് അതൊന്നും അല്ലടാ. ഞാൻ എന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണം അത് മുഴുവൻ അയാൾ തട്ടി തെറിപ്പിച്ചില്ലേ. 4,000 രൂപ വരെ നഷ്ടമാണ് നമുക്ക് ഉണ്ടായത്. ഇതാണ് നീ പറഞ്ഞ എക്സ്ട്രാ ഇൻകം അല്ലേ? അടാ ഒരു കാര്യം ഞാൻ എല്ലാവരും പറഞ്ഞേക്കാം. ഇനി ഇതിന്റെ പിറകെ എന്ന് പറഞ്ഞ വള്ളിക്കെട്ടിന് എന്നാരും വിളിച്ചേക്കരുത്. ഞാൻ ഒന്നിലും ഇടപെടൂല. അത്രേ ഉള്ളൂ അങ്ങേരുടെ കോൺട്രിബ്യൂഷൻ. എന്താ അടുത്ത പ്ലാൻ? ചലന്തിപ്പിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞില്ലേ? ചലന്തിപ്പിച്ചിട്ട് കാര്യം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. എന്ത് പറയണ്ടേ? എന്നാ ഒരുങ്ങിരുന്നോ അളിയെ പഞ്ഞിക്കിടാൻ കൂടി ഓ പണിക്കിടോ. ഞാൻ പേടിച്ചേടാ. ഞാൻ ഫേസോടെ വരാൻ പറഞ്ഞു. എടാ നീ അങ്ങനൊന്നും പറയല്ലേ. തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല അപ്പജി. അത് മാത്രമല്ല അവന്മാര് എന്നെ ശിവനായിട്ട് അറിയണമല്ലോ. ഞാൻ പെണ്ണിന്റെ ശബ്ദമുള്ള മുരുകനല്ലേ മുരുകൻ. എടാ ഇനി നീ പറഞ്ഞ അവര് വിശ്വസിക്കുവോ? നിന്റെ താടി മുടിയൊക്കെ പറിച്ചു കളഞ്ഞല്ലേ? മുരുകനായാലും മാണിക്കായാലും അവന്മാരെന്തിനും അളിനെ ശൂലത്തിൽ കയറ്റും. ഒന്ന് പാടാണ് ഇത് കയറ്റാമോ? അയ്യോ അമ്മാര് തന്നെ. അപ്പച്ചി മുരുകനെ കാണണമെങ്കിൽ പളനി വന്നാൽ മതി. മയിലേ പറഞ്ഞു പറ. അല്ല അങ്ങോട്ടില്ല.